അനുരാഗം പൂത്തുലയുമ്പോൾ പൂന്തേനുകരാൻ വന്ന സദസ്സിൽ ഓതാ മർഹബ ഗാനങ്ങൾ. പൂങ്കിളിയേ പാടൂ കിളിയേ ആറ്റൽ നബിയിൽ മർഹബ ഗാനം. പൂങ്കിളിയേ പാടൂ കിളിയേ ആറ്റൽ നബിയിൽ മർഹബ ഗാനം. മാനസവല്ലിയിൽ പൂത്തുലഞ്ഞാടും പെങ്കിളിയേ നീ ചൊന്നിടുമോ മാമലബാറിൽ മാറിൽ വിലസും ഇസ്സത്തു നഗറിൽ കണ്ടിടുമോ പേരയിൻ നാട്ടിൽ പരിലസിക്കുന്ന മദ്രസ തന്നിൽ വന്നിടുമോ തിരുനബി തങ്ങളെ മധുകളോതാൻ ഇസ്സത്തുൽ ഇസ്ലാമിൽ കണ്ടിടുമോ പൂങ്കിളിയേ പാടൂ കിളിയേ ആറ്റൽ നബിയിൽ മർഹബ ഗാനം. പൂങ്കിളിയേ പാടൂ കിളിയേ ആറ്റൽ നബിയിൽ മർഹബ ഗാനം. അറിവിൻ ഗിരിശങ്ങളിലൊന്ന് നമ്മ നയിക്കും ഗുരുവര്യർ ഉദ്ഘാടകനായി വന്നുള്ള ഉസ്താദോടിടുമേ പുണ്യഭാഷകനായി വന്നെത്തും സാദി ഉസ്താദോരിലും ആശംസിക്കാനായി വന്നെത്തും ശുക്കൂർ ഉസ്താദോരിലും. പൂങ്കിളിയേ പാടൂ കിളിയേ ആറ്റൽ നബിയിൽ മർഹബ ഗാനം. പൂങ്കിളിയേ പാടൂ കിളിയേ ആറ്റൽ നബിയിൽ മർഹബ ഗാനം. മാനസവല്ലിയിൽ പൂത്തുലഞ്ഞാടും പെങ്കിളിയേ നീ ചൊന്നിടുമോ മാമലബാറിൽ മാറിൽ വിലസും ഇസ്സത്തു നഗറിൽ കണ്ടിടുമോ പേരയും നാട്ടിൽ പരിലസിക്കുന്ന മദ്രസ തന്നിൽ വന്നിടുമോ തിരുനബി തങ്ങളെ മധുകളോതാൻ ഇസ്സത്തുൽ ഇസ്ലാമിൽ ചെന്നിടുമോ പൂങ്കിളിയേ പാടൂ കിളിയേ ആറ്റൽ നബിയിൽ മർഹബ ഗാനം. പൂങ്കിളിയേ പാടൂ കിളിയേ ആറ്റൽ നബിയിൽ മർഹബ ഗാനം. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ഖാല അല്ലാഹു തആല ഫിൽ ഖുർആനിൽ മജീദ് യാ സയ്യിദസ് സാദാതി ജിഅ്തുക ഖാസിദാ അർജു ഇമാക ഫലാ തുഖയ്യിബ് മഖ്സദി വല്ലാഹി യാ ഖൈറൽ ഖലായിഖ് ഇന്നലി ഖൽബൻ മസൂഖൻ ലാ യറൂദു സിവാക വഅലാ ഉമ്മത്തി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ്. ഏറ്റവും സ്നേഹാദരവുകൾ നിറഞ്ഞ മദ്രസയുടെ അജയ്യനായ പ്രസിഡന്റ് അബ്ദുറഹ്മാൻ സായദി അവറുകളെ, മദ്രസയിലെ ഉസ്താദുമാരെ, ഈ നാട്ടിലെ നല്ലവരായ ഉമറാക്കളെ, സഹോദര സഹോദരിമാരെ, വിദ്യാർത്ഥിനികളെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഈ ഒരുമിച്ച് കൂടിയതുപോലെ നമ്മെയും നാമുമായി ബന്ധപ്പെട്ട് മരണപ്പെട്ടു പോയ എല്ലാ മുഅ്മിനുകളെയും അല്ലാഹു അവൻ്റെ സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. എൻ്റെ കർത്തവ്യം സ്വാഗത മോതുക എന്നതാണ്. ഇൻഷാ അല്ലാഹ് ഒന്ന് രണ്ട് വാക്കുകൾ മാത്രം ഇവിടെ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ച് എൻ്റെ ഭാഷണത്തിലേക്ക് ഞാൻ പ്രവേശിക്കാം.
അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1489 ജന്മദിന ആഘോഷവേളയിലാണ് നാം ഇവിടെ സമ്മേളിച്ചിട്ടുള്ളത്. അള്ളാഹുവിലും റസൂലിലും വിശ്വസിച്ച വിശ്വാസികൾ ഏതെല്ലാം ഭൂമി ലോകത്തുണ്ടോ അവിടെയെല്ലാം ഈ മാസം ഉദയം കണ്ടാൽ ലോക മുസ്ലിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ മൗലിദും മദ്ഹ് കീർത്തനങ്ങൾ പറഞ്ഞും പാടിയും ആഘോഷിച്ചും ഒരുമിച്ച് കൂടുകയാണ്. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഓ സത്യവിശ്വാസികളെ, നിങ്ങൾ ഒരുമിച്ച് കൂടുന്ന സംഗമങ്ങളിൽ ഏറ്റവും ഉത്തമമായത് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മീലാദ് ആഘോഷവുമായി ബന്ധപ്പെട്ട് ഒരുമിച്ച് കൂടലാണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ജല്ല ജലാലുഹു നമ്മെ പഠിപ്പിക്കുന്നു. ആ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള നബിദിനാഘോഷങ്ങൾ നടത്തുന്നത്. അത് ഇന്നും ഇന്നലെയോ അതല്ലെങ്കിൽ ഒരു നൂറ്റാണ്ടോ 2 നൂറ്റാണ്ടോ മുമ്പിലുള്ള ഒരു വിഷയമല്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതകാലത്ത് തന്നെ അള്ളാഹുവിൻ്റെ റസൂലും സ്വഹാബാക്കളും ഒരുമിച്ചിരുന്ന് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മൗലിദാഘോഷം, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ നബിദിനാഘോഷം, ജന്മദിനാഘോഷം നടത്തിയതായി പരിശുദ്ധമായ ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് മൗലിദ് ഓതാൻ പാടില്ല എന്നും നബിദിനാഘോഷം ശിർക്കാണ് എന്നും പറയുന്ന കുബുദ്ധികളോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, അള്ളാഹുവിൻ്റെ റസൂലാണ് ഈ ലോകത്ത് ദീൻ പഠിപ്പിച്ചത്. അള്ളാഹുവിൻ്റെ റസൂലാണ് ഈ ലോകത്ത് ദീൻ വരച്ച് കാണിച്ചത്. അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്ന് പഠിച്ച ദീനാണ് സ്വഹാബത്ത് ഈ ലോകത്തിന് മുമ്പ് പരിചയപ്പെടുത്തിയത്. ആ സ്വഹാബത്തിൽ നിന്ന് ദീൻ പഠിച്ച താബികളും താബികളും ഇമാമുമാരും ഉമറാക്കളും ഔലിയാക്കളും പണ്ഡിതന്മാരും ഒക്കെയും ഇവിടെ കൊണ്ടാടിയ ദീനും ഇവിടെ ജീവിച്ച ദീനും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതത്തിൽ നിന്ന് ഒപ്പിയെടുത്ത ദീനാണ് എന്ന് നാം മനസ്സിലാക്കണം. ആ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതത്തിൽ നിന്ന് ഒപ്പിയെടുത്ത സ്വഹാബത്ത്, ആ സ്വഹാബത്ത് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഒരുമിച്ചിരുന്ന് നബിദിനാഘോഷം നടത്തിയെന്ന് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണുമ്പോൾ പിന്നെ ഇപ്പോ ഒരു അറിവുമില്ലാത്ത, ഒന്നും തന്നെ തിരിയാത്ത അബൂജാഹിലിന്റെ നേതാക്കന്മാർ ഇപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ നബിദിനാഘോഷം നടത്താൻ പാടില്ല എന്ന് പറയുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത്? നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ നബിദിനാഘോഷം നടത്തി, അവിടുത്തെ സ്വഹാബത്ത് നബിദിനാഘോഷം നടത്തി. അവരൊന്നും നടത്തിയത് ശരിയല്ല എന്ന് പറയാൻ മാത്രം വിജ്ഞാനമുള്ള ഒരാൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? എന്നാൽ 1920 കാലം വരെ കേരളത്തിലും കേരളത്തിന്റെ പുറത്തുമായി നബിദിനാഘോഷം നടത്തുന്നതിൽ ഒരു തർക്കവും ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ എല്ലാ മുസ്ലിങ്ങളും ഏകകണ്ഠമായി നബിദിനാഘോഷം നടത്തി. പക്ഷേ 1920 കാലങ്ങൾക്ക് ശേഷം ഇസ്ലാമിനെ പിച്ചി ചീന്തുവാനും ഇസ്ലാമിനെ ലോകത്തിൽ നിന്ന് ഇല്ലാതെയാക്കുവാനും ഇസ്ലാമിനെ മുൻമൂലനം ചെയ്യാനും വേണ്ടി ഇറങ്ങിത്തിരിച്ച ഇവിടുത്തെ മുജാഹിദ്, ജമാഅത്ത്, തബ്ലീഗ്, ഖാദിയാനി ഏതെല്ലാം അലവലാദികളുണ്ടോ അവരെല്ലാം ഉയലെടുത്തതിന് ശേഷമാണ് നബിദിനാഘോഷം പാടില്ല എന്ന് പറയാൻ തുടങ്ങിയത്. എന്നാലോ ആ മുജാഹിദിന്റെയും ജമാഅത്തിന്റെയും നേതാക്കന്മാരുടെ നബിദിനാഘോഷം അവർ നടത്തുന്നുമുണ്ട്. അത് ഏത് മതാടിസ്ഥാനത്തിലാണ് നമുക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് നബിദിനാഘോഷം ശിർക്കാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നാട്ടിലൂടെ നോട്ടീസ് നീളം പരത്തി പ്രചരിപ്പിക്കുമ്പോൾ നമ്മളാരും തെറ്റിദ്ധരിച്ചു പോകരുത്. അല്ലാഹുവിന്റെ റസൂലുള്ളാഹിനെ തന്നെ പുകഴ്ത്തി നബിദിനം മൗലിദ് നടത്തിയിട്ടുണ്ട് എന്ന് ഹദീസിൽ കാണാം. മാത്രവുമല്ല മുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിലുള്ള മുശ്രിക്കീങ്ങളുടെ ത്യാഗം സഹിക്കാൻ വയ്യാതെയായപ്പോൾ കുടുംബവും നാടും സമ്പത്തും വിട്ട് മദീനയിലേക്ക് പാലായനം ചെയ്തപ്പോൾ മദീനയിലുള്ള മുഹാജിറുകളും അൻസാറുകളുമായ ആളുകൾ അള്ളാഹുവിൻ്റെ റസൂലിനെ വരവേറ്റുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മൗലിദാഘോഷം നടത്തുകയാണ്. അള്ളാഹുവിൻ്റെ റസൂലിനെ ദഫ് മൂട്ടി സ്വീകരിക്കുകയാണ്.
ദഫ്മുട്ട് ഇസ്ലാമിലില്ല എന്ന് പറയാൻ പറ്റുകയില്ല. അള്ളാഹുവിന്റെ റസൂലിനെ സ്വഹാബത്ത് സ്വീകരിച്ചത് മദീനയിലേക്ക് കടന്നു വന്നപ്പോൾ ത്വാലഅൽ ബദ്റു അലൈനാ മിൻ സരിയാത്തിൽ വദായി വാജബ ശുക്റു അലൈനാ മാദാ ലില്ലാഹി ദായി എന്ന് തുടങ്ങുന്ന പദ്യങ്ങളും ഗദ്യങ്ങളും ചൊല്ലി ചെറിയ ചെറിയ പിഞ്ചോമനകൾ അള്ളാഹുവിന്റെ റസൂലിനെ ദഫ് മുട്ടി വരവേറ്റുകൊണ്ട് പറയുകയാണ്, ലോകത്ത് അള്ളാഹ് എന്ന് പറയുന്ന ഒരാളുള്ള കാലത്തോളം അള്ളാഹുവിന്റെ റസൂല് ജനിച്ചു എന്നതിൻ്റെ പേരിൽ, അള്ളാഹുവിന്റെ റസൂലിന്റെ ജന്മദിനമാഘോഷം നടത്തുന്നതിൻ്റെ പേരിൽ നമുക്കെല്ലാവർക്കും വുജൂബായ കാര്യമാണ് എന്ന് സ്വഹാബത്ത് നമ്മെ പഠിപ്പിച്ചുകൊണ്ട് അന്ന് പാട്ടുപാടിയത് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് എൻ്റെ ശബ്ദം ശ്രവിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഇന്നത്തെ പണ്ഡിതന്മാർ ഉണ്ടാക്കി വെച്ചതല്ല നബിദിനാഘോഷം. പക്ഷേ പഴയ കാലങ്ങളിൽ മുദഫർ രാജാവിൻ്റെ കാലത്തൊക്കെയും വലിയ വലിയ നബിദിനാഘോഷം നടത്തിയിട്ട് 10,000-കണക്കിന് ആളുകളെ വരെ ക്ഷണിച്ചുകൊണ്ട് 10,000-കണക്കിന് പാത്രങ്ങളിൽ അലുവയും അതുപോലെ 5,000-കണക്കിന് ആടുകൾ അറുത്തും അതുപോലെ 1,000-കണക്കിന് കോഴികളെ പൊരിച്ചും അതാ അവിടുത്തെ മുസ്ലിങ്ങളെ വിളിച്ചുകൊണ്ട് നബിദിനമാഘോഷം നടത്തിയെന്ന് ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് നബിദിനമാഘോഷം കൊല്ലങ്ങൾ പിന്നിടുമ്പോൾ ഇപ്പോൾ ഓരോ കൊല്ലത്തിനനുസരിച്ച് വിപുലമായി വരികയാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ നാടിന് ഇസ്സത്തായി, നമ്മുടെ നാടിന് അഭിമാനമായി തലക്കട്ടൂർ ഇസ്സത്തുൽ ഇസ്ലാം സുന്നി മദ്രസയുടെ ഇന്ന് നബിദിന റാലിക്ക് തുടക്കം കുറിച്ചതോടുകൂടി തലക്കട്ടൂരിൽ നബിദിനാഘോഷത്തിന് തുടക്കമായി. കാരണം 7:30 കൃത്യം പതാക ഉയർത്തുകയും അതിനുശേഷം മൗലിദ് നടത്തുകയും അതിനുശേഷം നാടിനെ വിറപ്പിച്ചുകൊണ്ട് നാടിനെ ഇളക്കി മറിച്ചുകൊണ്ട് ഇസ്സത്തുൽ ഇസ്ലാം സുന്നി മദ്രസയിലെ പിഞ്ചോമന മക്കളും അതുപോലെ ഇവിടുത്തെ ചെറുപ്പക്കാരും പൂർവ്വ വിദ്യാർത്ഥികളും സഹോദരന്മാരും അതുപോലെ ഉമറാക്കളും അണിനിരന്ന നബിദിന റാലി നമ്മുടെ നാടിന് വലിയൊരു മാതൃകയായി മാറി എന്നുള്ളത് നമുക്കൊരിക്കലും മറക്കാൻ പറ്റിയ ഒരു വിഷയമല്ല. അൽഹംദുലില്ലാഹ്, അള്ളാഹു നമുക്ക് ചെയ്തു തന്ന വലിയ അനുഗ്രഹമാണ്. അതിന്റെ പേരിൽ എത്ര സ്തുതിച്ചാലും മതിയാവുകയില്ല. അൽഹംദുലില്ലാഹ് അൽഫമറ. അല്ലാഹു തആല ഈ നാടിനും മറ്റുള്ള നാടുകൾക്കും അഭിമാനമായി നമ്മുടെ നബിദിന റാലി നടത്താൻ വേണ്ടി സഹകരിച്ച എല്ലാവർക്കും അള്ളാഹുവിന്റെ വക്കലിൽ നിന്നുള്ള അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. അതിനുശേഷം ഇവിടുത്തെ പാവങ്ങളും അതുപോലെ തന്നെ പണക്കാരും എല്ലാ ആളുകളുടെയും സഹായ സഹകരണത്തോടുകൂടി വലിയ ഭീമമായ സംഖ്യ ചിലവഴിച്ച് ഇവിടെയുള്ള എല്ലാവർക്കും ഒരുപോലെ അന്നദാനം നടത്താൻ സാധിച്ചു. അൽഹംദുലില്ലാഹ്, ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസമില്ലാതെ ആർക്കും ഒരു പ്രശ്നവുമില്ലാതെ അൽഹംദുലില്ലാഹ് നമ്മുടെ ചെറുപ്പക്കാരുടെ നേതൃത്വത്തിൽ വലിയ രൂപത്തിൽ നമുക്ക് ഭക്ഷണ വിതരണം നടത്താൻ സാധിച്ചു. അൽഹംദുലില്ലാഹ്, അതിനുവേണ്ടി സഹകരിച്ച എല്ലാവർക്കും അല്ലാഹു ഖൈറും ബർക്കത്തും നൽകുമാറാവട്ടെ. എൻ്റെ സ്വാഗത ഭാഷണം ദീർഘിപ്പിക്കുകയല്ല. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് മഗ്രിബിന് ശേഷം തുടങ്ങിയ ഈ പരിപാടി ഇവിടുത്തെ അല്പസമയം ഉസ്താദുമാരുടെ ആശംസകളും ഉദ്ഘാടനങ്ങളും കഴിഞ്ഞാൽ നമ്മുടെ പിഞ്ചോമന മക്കൾ ഈ സ്റ്റേജിൽ പറയാനും പാടാനും നിൽക്കുന്നത് ആദരവായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീഹ് കീർത്തനമാണ്. ചിലപ്പോൾ ചെറിയ പിഞ്ചോമനകൾ പറയുമ്പോൾ അബദ്ധങ്ങൾ സംഭവിക്കാം. ചില സമയത്ത് പാട്ടുകൾ നിന്നു പോകാം, ചില സമയത്ത് പാട്ടുകൾ കിട്ടാതെ പോകാം. അതിൻ്റെ പേരിൽ സദസ്സിൽ നിന്ന് പുച്ഛിച്ച് തള്ളുന്ന രൂപത്തിലോ കുട്ടികളെ നിരുത്സാഹപ്പെടുത്തുന്ന രൂപത്തിലോ ആരുകളും പൊട്ടിച്ചിരിക്കരുത്. കാരണം പിന്നെയും കുട്ടികൾ പാടാൻ കരുതിയ കുട്ടികൾ അത് ആ പാട്ട് തന്നെ മറന്നു പോകും. അതുകൊണ്ട് നിങ്ങളോട് പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ ചെറിയ പിഞ്ചോമനകൾ ഇവിടെ നിന്ന് പ്രസംഗിക്കുമ്പോൾ പാട്ട് പാടുമ്പോൾ അത് എത്ര തന്നെ തെറ്റ് സംഭവിച്ചാലും അത് വളരെ പുഞ്ചിരിയോടെ നമ്മൾ സ്വീകരിച്ചു കുട്ടികൾക്ക് എല്ലാവിധ പ്രശംസകളും നമ്മൾ ചെയ്തു കൊടുക്കണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൂടെ മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളെ പ്രത്യേകം ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് നമ്മുടെ പരിപാടിയിലേക്ക് സംഭാവന ചെയ്തവർ, അതുപോലെ നമ്മുടെ വിദേശത്തിൽ നിന്ന് പ്രത്യേകം വിളിച്ചറിയിച്ച് മരണപ്പെട്ടുപോയ പിതാക്കന്മാർക്കും മരണപ്പെട്ടുപോയ ഉമ്മമാർക്കും മരണപ്പെട്ടുപോയ സഹോദര സഹോദരിമാർക്കും എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് എപ്പോഴും നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ വിദേശത്തുള്ള ഒരുപാട് പ്രവർത്തകരുണ്ട്, അതുപോലെ നമ്മുടെ നാട്ടിലുള്ളവരുണ്ട്. ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി സഹായിച്ച ഒരുപാട് ആളുകളെ
ഒന്നും നമ്മോട് ചോദിക്കുന്നില്ല. പകരം അവർ നമ്മോട് ആവശ്യപ്പെടുന്നത് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണം. നിങ്ങളുടെ പരിപാടികളിലെ എല്ലാ പ്രാർത്ഥനകളിലും ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. ഇത് മാത്രം നമ്മോട് ആവശ്യപ്പെടുന്നു. അൽഹംദുലില്ലാഹ്, നമുക്ക് അവർക്ക് ചെയ്യാനുള്ളത്, അവർക്ക് നൽകാനുള്ളത്, നമുക്ക് അവർക്ക് മുമ്പിൽ വെച്ചു കൊടുക്കാനുള്ള ഉപഹാരവും നമുക്ക് പ്രാർത്ഥനയാണ്. അദ്ദുആഉ സിലാഉൽ മുഅ്മിനി എന്ന് മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പഠിപ്പിച്ചതാണ്. വിശ്വാസിയുടെ ആയുധം പ്രാർത്ഥനയാണ്. നമുക്ക് അവർക്ക് വേറൊന്നും ചെയ്യാനില്ല. അതുകൊണ്ട് ഇവിടെ ഭക്ഷണം തന്നവരുണ്ട്, മാംസം നൽകിയവരുണ്ട്, അരി നൽകിയവരുണ്ട്. അതുപോലെ ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത് ഇതിൻ്റെ അലങ്കാരത്തിന് വേണ്ടിയും, അതുപോലെ മദ്രസയുടെ മറ്റുള്ള ഓരോ വിഷയത്തിന് വേണ്ടിയും, അതുപോലെ നമ്മുടെ ഉമ്മമാരി സഹോദരിമാരി രാത്രി ഉറക്കും ഊടുമില്ലാതെ ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി ഓരോ വിഷയത്തിനു വേണ്ടി കഠിനാധ്വാനം ചെയ്ത ഉമ്മമാരി, അതുപോലെ ഉപ്പമാരി ഉറക്കമില്ലാതെ ഇന്നലെയും മിനിഞ്ഞാന്നുമായി നമ്മുടെ പരിപാടിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്തവർ എല്ലാവർക്കും അല്ലാഹു ഖൈറും ബർക്കത്തും നൽകുമാറാവട്ടെ, ഐശ്വര്യം നൽകുമാറാവട്ടെ, സന്തോഷം നൽകുമാറാവട്ടെ. ഇവിടെ കുടുംബത്തിൽ അല്ലാഹു അഭിവൃദ്ധി നൽകുമാറാവട്ടെ. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ ആത്മാർത്ഥതയോടുകൂടി ആമീൻ പറയണം. പ്രത്യേകം എനിക്ക് അനുസ്മരിക്കാനുള്ളത്, പ്രത്യേകം എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ ഈ മദ്രസയുടെ ഉയർച്ചക്കും വളർച്ചയ്ക്കും വേണ്ടി കഠിനാധ്വാനം ചെയ്ത് ഒരു രോഗവും പ്രശ്നമാക്കാതെ, ഒരു കഷ്ടപ്പാടും പ്രശ്നമാക്കാതെ എല്ലാം ത്യാഗം ചെയ്ത് സഹിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി, ഈ മദ്രസയുടെ ഉന്നതിക്ക് വേണ്ടി എല്ലാ വിഷയത്തിലും മാതൃക കാണിച്ച് ചെറുപ്പക്കാരോടൊപ്പം കമ്മിറ്റിക്കാരോടൊപ്പം ഒന്നിച്ച് പ്രവർത്തിച്ച നമ്മുടെ പ്രിയങ്കരനായ ഉമറാക്കളിൽ പ്രമുഖനായ ഊരോത്തിഹിൽ അബൂബക്കർ ഹാജി പ്രത്യേകം ഞാൻ അനുസ്മരിക്കുകയാണ്. ഇന്ന് ഖബറിലാണ്. പടച്ച റബ്ബേ, ആ സഹോദരന്റെ ആ ഉമറായിന്റെ ഖബറിന് സ്വർഗ പൂന്തോപ്പാക്കണേ അല്ലാഹ്. പടച്ച റബ്ബേ, ഞങ്ങളുടെ ഈ സംരംഭം വിജയിച്ചു കാണാൻ വേണ്ടി വളരെയേറെ കഷ്ടപ്പാട് സഹിച്ച് മരണപ്പെട്ടു പോയ ആ നേതാവിൻ്റെ, ആ പ്രസിഡന്റായി മരണപ്പെട്ടു പോയ അബൂബക്കർ ഹാജിന്റെ ഖബറിലേക്ക് പടച്ച റബ്ബയുടെ ഓതിയ ഇവിടെ പറഞ്ഞതിൻ്റെ, ഇവിടെ ചൊല്ലിയ മൗലിദിന്റെ അനുഭൂതി, അതിൻ്റെ മിസ്ലു സവാബ് അവരിലേക്ക് എത്തിക്കണേ അല്ലാഹ്. പടച്ച റബ്ബേ, അതുപോലെ കഴിഞ്ഞ റബീഉൽ അവ്വലിന്റെ മുമ്പത്തെ റബീഉൽ അവ്വലിന് മണിക്കൂറോളം മദ്രസയുടെ സെക്രട്ടറി ആടി എന്നുള്ള നിലയ്ക്ക് മണിക്കൂറോളം മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മധുകീർത്തനങ്ങൾ പറഞ്ഞ് അവസാന പ്രസംഗമെന്നോളം നമ്മോട് ഓർമ്മപ്പെടുത്തിയ എൻ്റെ പ്രിയങ്കരനായ കൂട്ടുകാരൻ യു എ അബ്ദുറഹീം ഇന്ന് ഖബറിലാണല്ലാ. അവിടുത്തെ ഖബർ സ്വർഗ പൂന്തോപ്പാക്കണേ അല്ലാ. അവിടുത്തെ ഖബർ റാഹത്താക്കണേ അല്ലാ. അവിടുത്തെ ഖബറിലേക്ക് സ്വർഗീയ കവാടം തുറക്കണേ അല്ലാ. പടച്ച റബ്ബേ, ഈ മദ്രസയുടെ ഉന്നതിക്ക് വേണ്ടി, ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത് പ്രവർത്തിച്ച പലവരും ഇന്ന് ഖബറിലാണ് റഹ്മാനെ. ഇതിനു വേണ്ടി ചെറുതും വലുതുമായ സഹായം ചെയ്തവരുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർ എല്ലാവരുടെയും ഖബറിലേക്ക് സന്തോഷം നൽകണേ അല്ലാ. അവരെയും ഞങ്ങളെയും മുത്തുനബിയോടുകൂടെ സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടണേ അല്ലാ. അവർക്കും ഞങ്ങൾക്കും മുത്ത് റസൂലുള്ളാഹിന്റെ ജിവാർ നൽകണേ റഹ്മാനെ. ഈ പരിപാടിക്ക് വേണ്ടി പ്രവർത്തിച്ച് സംഭാവനകളും അതുപോലെ സാമ്പത്തികമായും ശാരീരികമായും സഹായിച്ചെല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. അതുപോലെ UAE ഇസ്സത്ത് ഗ്രൂപ്പിന്റെ വകയായി ഇവിടെ പരിപാടി അവതരിപ്പിക്കുന്ന എല്ലാ കുട്ടികൾക്കും സമ്മാനം സ്പോൺസർ ചെയ്തിട്ടുള്ളത് UAE ഇസ്സത്ത് ഗ്രൂപ്പാണ്. അല്ലാഹുവേ, അവർ നിരന്തരമായി ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി പല രൂപത്തിലും പല സംവിധാനത്തിലൂടെയായി ഈ പരിപാടി എപ്പോഴും ശ്രവിക്കുകയും ഈ പരിപാടിക്ക് വേണ്ടി നിരന്തരം ബന്ധപ്പെടുകയുമാണ് റഹ്മാനെ. അതുപോലെ ഇവിടെ ഈ പരിപാടി അവതരിപ്പിക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി സൗദി അറേബ്യയിലെ ഇസ്സത്ത് ഗ്രൂപ്പ് പ്രത്യേക സമ്മാനം സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ, ഇസ്സത്ത് ഗ്രൂപ്പിൽ അണിചേർന്ന എല്ലാവർക്കും നീ ഖൈറും ബർക്കത്തും നൽകണേ അല്ലാഹ്. ഈ കുട്ടികൾക്കുള്ള ഈ സമ്മാനം സ്പോൺസർ ചെയ്യാൻ വേണ്ടി ആരെല്ലാം സഹായിച്ചിട്ടുണ്ടോ, ആരെല്ലാം സഹകരിച്ചിട്ടുണ്ടോ, പടച്ച റബ്ബേ ബദരീങ്ങളെ കാവല് നൽകണേ അല്ലാഹ്. പടച്ച റബ്ബേ, ആക്സിഡന്റ് മരണങ്ങൾ, അപകട മരണങ്ങളെ തൊട്ട് അവരെ ഞങ്ങളെ ഇനി കാക്കണേ അല്ലാഹ്. അവരുടെ ഞങ്ങളെ ജോലിയിൽ ഖൈറും ബർക്കത്തും നൽകണേ അല്ലാഹ്.
സന്തോഷം നൽകണേ അല്ലാ. അവർ കുഞ്ഞുങ്ങൾക്കും ദീർഘകാലം സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ അവർ കുഞ്ഞുങ്ങൾക്കും തൗഫീഖ് നൽകണേ അല്ലാ. അതുപോലെ ഈ പരിപാടിയുടെ പിന്നെ നെറ്റും അതുപോലെ തന്നെ ഇത് ലൈവായി കാണാൻ വേണ്ടി സംവിധാനം ചെയ്യാൻ വേണ്ടി പ്രത്യേകം സംഭാവന ചെയ്തവരുണ്ട്. അല്ലാഹു അവർക്കും നീ ബർക്കത്ത് നൽകണേ അല്ലാ. അതുപോലെ ഈ പരിപാടിക്ക് വേണ്ടി റാലിയിൽ അണിചേർന്നവർ, റാലിയിൽ മിഠായും പായസവും മധുരപലഹാരം കൊടുത്തവർ, അവർക്ക് നീ ബർക്കത്ത് നൽകണേ അല്ലാ. അവരുടെ ഉദ്ദേശങ്ങൾ നീ പൂർത്തിയാക്കണേ അല്ലാ. അവരിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിന് സ്വർഗ പൂന്തോപ്പാക്കണേ റഹ്മാനെ. അതുപോലെ തന്നെ ഇവിടെ ഹാജറിലും മാർക്കിലും എല്ലാ നിലക്കും ഫസ്റ്റും സെക്കൻഡും കിട്ടിയവർക്ക് പ്രത്യേക സമ്മാനം കൊടുക്കുന്നവർ, അവർക്ക് നീ അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാനെ. അതുപോലെ ഈ സമയത്ത് പരിപാടി നടക്കുമ്പോൾ എല്ലാവരുടെയും ക്ഷീണമകറ്റാൻ വേണ്ടി നമ്മുടെ ചെറുപ്പക്കാരെല്ലാവരും കൂടി ഒത്തൊരുമിച്ച് സംഭാവന ചെയ്ത് ഇവിടെ പായസം വിതരണം ചെയ്യുന്നുണ്ട് റഹ്മാനെ. അവരുടെ ജോലിയിൽ നീ ബർക്കത്ത് നൽകണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ. അതുപോലെ ഈ പരിപാടിക്ക് വേണ്ടി ചില്ലിക്കാശ്, അതുപോലെ തന്നെ കഴിയുന്നതിനനുസരിച്ച് തടി കൊണ്ട് കഴിയുന്നവർ അതിനനുസരിച്ച് സഹായിച്ചവർ എല്ലാവർക്കും നീ പ്രതിഫലം നൽകണേ അല്ലാ. ഖൈറും ബർക്കത്തും സന്തോഷവും നൽകണേ റഹ്മാനെ. ഞാൻ എൻ്റെ ഭാഷണം ഇവിടെ നിറവേറ്റുകയാണ്. ഈ പരിപാടിയിൽ നമുക്ക് അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് മദ്രസയുടെ അജയ്യനായ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ സഅദിയാണ്. അല്ലാഹു തആല ദീർഘകാലം സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ അവർക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥനയായി സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് എൻ്റെ കൂട്ടുകാരനായ ഷഫീഖ് ഹസരിയാണ്. അദ്ദേഹത്തെയും ഞാൻ ഇവിടെ പ്രത്യേകം അല്ലാഹു തആല ദീർഘകാലം ദീനിനു വേണ്ടി പഠിച്ചുയരാൻ അവർക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥനയായി സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ ഇവിടെ നമ്മുടെ ഉസ്താദുമാർ സുക്കൂർ ഉസ്താദ്, ജാബിർ ഉസ്താദ്, മരക്കാർ ഉസ്താദ്, അവർക്ക് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അല്ലാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥനയായി സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി പ്രോഗ്രാം കമ്മിറ്റി എന്നുള്ള നിലയ്ക്ക് ചെയർമാനായ കുഞ്ഞീൻ സാഹിബും കൺവീനറായ ഊരോത്തിയിൽ ബഷീർ, അതുപോലെ തന്നെ ട്രഷററായ നമ്മുടെ കൊട്ടേക്കാട്ട് അബ്ദുറഹ്മാൻ സാഹിബ് രാപ്പകലില്ലാതെ നമ്മോടൊപ്പം പ്രവർത്തിച്ച് ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി ഉന്നതിക്ക് വേണ്ടി പ്രവർത്തിച്ചതാണ് റഹ്മാനെ. എന്നോട് ജോലിയിൽ ബർക്കത്ത് നൽകണേ അല്ലാ, നമ്മുടെ ഉദ്ദേശങ്ങൾ നീ പൂർത്തിയാക്കണേ അല്ലാ. അതുപോലെ തന്നെ അതിൻ്റെ സബ് കമ്മിറ്റിയിലുള്ള ഒരുപാട് ആളുകൾ എല്ലാവർക്കും നീ അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാനെ. അതുപോലെ ഉച്ചയ്ക്കിയുടെ ഭക്ഷണ വിതരണത്തിന് വേണ്ടി നേതൃത്വം നൽകിയ കൊട്ടേക്കാട്ട് അബ്ദുൾ റസാഖ്, കള്ളിയത്ത് സഹീർ, ഊരോത്തിയിൽ നിയാസ്, അതുപോലെ തന്നെ CK ഷിഹാബ്, എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാനെ. അവരോടൊപ്പം ഭക്ഷണ വിതരണത്തിന് വേണ്ടി അണിചേർന്ന് ഒരുപാട് ചെറുപ്പക്കാരുണ്ട് റഹ്മാനെ. എല്ലാവരുടെയും പേര് പറഞ്ഞ സമയം ദീർഘിപ്പിക്കുകയല്ല. അതുപോലെ ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരുപാട് ഉമറാക്കളും ചെറുപ്പക്കാരുമുണ്ട് റഹ്മാനെ. എല്ലാവരുടെ ജോലിയിൽ ബർക്കത്ത് നൽകണേ അല്ലാ, കുടുംബത്തിൽ ഐക്യം നൽകണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ. അവരിലും ഞങ്ങളിലും ഖൈർ പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഇവിടെ ഈ പരിപാടിയിൽ ഒത്തൊരുമിച്ച് കൂടിയ ഉമ്മമാര്, ഉപ്പമാര്, സഹോദര സഹോദരിമാര്, പിജോമന മക്കൾ, വിദ്യാർത്ഥിനികൾ, എൻ്റെ പ്രിയങ്കരരായ സുഹൃത്തുക്കൾ എല്ലാവർക്കും ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് അധ്യക്ഷനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് വാഹിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാം. ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. ഈ അനുഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിൽ പെട്ടു എന്നുള്ളത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തെ സ്നേഹിക്കാൻ, അവരോടുള്ള ആ മഹബത്ത് നമ്മുടെ കൽബിലുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂല് പ്രവർത്തിച്ച് കാണിച്ചു തന്ന ആ ഒരു ജീവിത രീതി അത് ഏതായാലും നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല. പിന്നെ നമുക്കുള്ളത്, നമ്മുടെ മുമ്പിലുള്ളത് നാം ചെയ്യുന്ന കുറഞ്ഞ സൽക്കർമ്മങ്ങൾ മാത്രമേ ഉള്ളൂ. അത് തന്നെ ഒരിക്കലും കുറ്റമറ്റതാണെന്ന് അവകാശപ്പെടാൻ നമുക്ക് കഴിയില്ല. നമ്മുടെ നിസ്കാരം, നമ്മുടെ നോമ്പ്, നമ്മുടെ സത്കർമ്മങ്ങൾ, നമ്മുടെ സദഖകൾ എല്ലാം അതൊന്നും കുറ്റമറ്റതാക്കണമെന്നില്ല. ഒരുപാട് ന്യൂനതകൾ നമ്മുടെ അജ്ഞത മൂലം സംഭവിച്ചു പോകുന്നു. പിന്നെ എന്തുമാത്രമാണ് നമുക്കുള്ളത്? നമ്മുടെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി
റസൂലുള്ളാഹിനോടുള്ള സ്നേഹം, അവിടത്തോടുള്ള മഹബത്ത്. ഒരു പക്ഷെ ആ സ്നേഹം കൊണ്ടെങ്കിലും ആ സ്വർഗലോകത്ത് കൂടണയാൻ റബ്ബ് തആല നമുക്ക് തൗഫീഖ് ചെയ്തെങ്കിൽ അതൊരു മഹാഭാഗ്യമായിരിക്കുമെന്ന് എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളെ നമ്മൾ മനസ്സിലാക്കി. ഈ ഹബീബിൻ്റെ മദ്ഹ് പറയുന്ന സദസ്സിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് നിങ്ങൾ മാറി നിൽക്കാതെ ഈ സദസ്സിൻ്റെ അകത്ത് വന്ന് ഇതുമായി സഹകരിക്കണമെന്ന് ഹബീബിനെ സ്നേഹിക്കുന്ന എല്ലാ പ്രവാചക പ്രേമികളോടും ഉണർത്തിക്കൊണ്ട് വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. നേരം പുലരുന്നേരത്ത് എണീക്കോ കുഞ്ഞാന്ന് ബ്രഷും പിഴച്ചും കോപ്പയുമായി പൈപ്പിനരികെ എത്തുകന്ന് കൊളി കഴിഞ്ഞ് വൃത്തിയായി നിസ്കാരം അത് ചെയ്യുകന്ന് ചായ കുടിച്ച് സലാമും ചൊല്ലി മദ്രസയിലേക്കായി നീങ്ങുന്നു. ഇസ്ലാം കാരി ഈമാൻ കാരി മനസ്സിലിരുത്തി പഠിക്കുകന്ന് സലാത്ത് ചൊല്ലി മദ്രസ വിട്ട് സലാം ചൊല്ലി പോരുകന്ന് നേരം പുലരുന്നേരത്ത് എണീക്കോ കുഞ്ഞാന്ന് ബ്രഷും പിഴച്ചും കോപ്പയുമായി പൈപ്പിനരികെ എത്തുകന്ന്. അസ്സലാമലൈക്കും. നല്ലത് പറയുക കുട്ടികളെ, നല്ലത് ചെയ്യുക കുട്ടികളെ, സത്യം പറയുക കുട്ടികളെ, സ്വർഗം നേടുക കുട്ടികളെ, കള്ളം പറയും കുട്ടികളെ, ചങ്ങാതികളായി കൂട്ടരുത്, നുണ പറയുന്നത് തെറ്റല്ല, നരകത്തിൽ പോകില്ല. അസ്സലാമലൈക്കും. കടലും കരയും കാടുകളും പുല്ലും പൂക്കണിയും വെയിലും മഴയും മാരുതനും സൃഷ്ടിച്ചവനാണ് അല്ലാഹു. സൂര്യൻ ചന്ദ്രൻ താരങ്ങൾ ഏഴാകാശം കോളങ്ങൾ കോമളமான ലോകങ്ങൾ ആകെ പഠിച്ചവൻ അല്ലാഹു. ഇസ്ലാം കാര്യം അഞ്ചല്ലേ, അഞ്ചും അറിയൽ ഫല്ലല്ലേ, കലിമ ഷഹാദത്ത് ഒന്നല്ലേ, രണ്ടോ അഞ്ച് സലാത്തല്ലേ, മൂന്നോ പുണ്യ സകാത്തല്ലേ, നാലോ റമദാൻ നോമ്പല്ലേ, അഞ്ചാമത്തത് ഹജ്ജല്ലേ, അഞ്ചും തീരെ മറക്കല്ലേ. പറയോ പറയോ കുട്ടികളെ, നമ്മുടെ നബി പറന്ന് മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു ആമന്നാ ബിറസൂലില്ലാഹ്. നബിയുടെ ജനനം മക്കത്ത്, മരണം മദീനത്ത്. നബിയുടെ ജനനം മക്കത്ത്, വഫാത്തായത് മദീനത്ത്. റൗള ശരീഫിൽ അന്തിയിറങ്ങും നമ്മുടെ നാദാവി തിരുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. ആമിന ബീബി പൊന്നുമ്മ അബ്ദുൽ ഇപ്പ എന്നവരിൽ വളർന്നു വന്ന തിരുനബി ത്വാഹ മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും. സഹബർ ഒരു നാളല്ലേ, നീരന്നതിന്നല്ലേ, നബിയെ സല്ലല്ലാഹു അലൈഹി ആറ്റൽ നബിയുടെ മകൾ ഫാത്തിമ ആറ്റി ചോറുറുവാൻ പഴം തിന്നുവാൻ ആത് പൂമാരനോട് പറഞ്ഞ് വാങ്ങാൻ ആറ്റി പോറ്റി പറഞ്ഞൊരാശ ആത് സാധിപ്പിക്കാൻ ഇല്ലല്ലോ കാശ. മക്ക എന്നൊരു നാടുണ്ട്, കാണാൻ പൂതി
എടുത്തുണ്ട് മക്ക ആണല്ലോ നമ്മുടെ കിഫിലയുമാണല്ലോ മുത്തറസൂലത്തെ അച്ഛന് പോകാം മക്കത്തെത്താൻ കൊതിയാണ് റബ്ബേ ഭാഗ്യം തന്നിരുന്ന. അസ്സലാമു അലൈക്കും. ആദ്യം വന്നിരുന്ന പ്യാര് ആദ്യം അറിയില്ലേ ഒടുവിൽ വന്നിരുന്ന പേര് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. അസ്സലാമു അലൈക്കും. ഓതുക ഓതുക കുട്ടികളെ ഖുർആൻ ഓതുക കുട്ടികളെ നേടുക നേടുക കുട്ടികളെ വിജയം നേടുക കുട്ടികളെ. അല്ലാഹു തന്ന കിതാബാണ് റബ്ബിൻ പുണ്യ കലാമാണ് ദീനിൻ നിയമ വിളക്കാണ് ഖുർആൻ നമ്മുടെ സ്വത്താണ്. രാവല്ലേ മധുകുളയരും രാവല്ലേ ഷറഫായി നബിയുടെ മീലാദ് മത്ത് നൽകിയ രാവിത് ഹുബാരാജകൾ ചേർന്നല്ലോ ഇഷ്കുകൾ പൂത്ത് നിറഞ്ഞല്ലോ റഹ്മാന്റെ കാരുണ്യ നബിയുള്ള പുണ്യ പൂവാം സല്ലല്ലാഹു. അബാബിൽ വിശുദ്ധ കഅബ അല്ലാഹുവിന്റെ ഭവനമാണ് അത് പരിശുദ്ധ മക്കയിലാണ്. ലോകത്ത് നാലാഭാഗത്ത് നിന്ന് അവിടേക്ക് ആളുകൾ വരുന്നു. കഅബയുടെ പ്രശസ്തി യമനിലെ അബ്രഹത്ത് രാജാവിനെ അസ്വസ്ഥനാക്കി. അയാൾ കഅബ പൊളിക്കാൻ തീരുമാനിച്ചു. ചുട്ടുപൊഴുത്ത കല്ലുകൾ അബാബിൽ പക്ഷികളെ അയച്ചു. അവ ആകാശത്തിൽ നിന്ന് സൈന്യത്തിന് നേരെ കല്ലുകൾ വർഷിച്ചു. എല്ലാവരും ചത്തടങ്ങി. കഅബ ഒന്നും ചെയ്യാൻ അവർക്ക് കഴിഞ്ഞില്ല. അസ്സലാമു അലൈക്കും. മദ്രസ തുറന്നിക്കണേ നേരം ബെല്ലടി കഴിഞ്ഞിക്കണേ ഉസ്താദ് വന്നിക്കണേ ക്ലാസ്സിൽ ഫാത്തിഹ കഴിഞ്ഞിക്കണേ എല്ലാരും വന്നിക്കണേ എത്താൻ ഞാൻ മാത്രം വൈകിക്കണേ ആചാരെ വിളിച്ചിക്കണേ എനിക്ക് ആബ്സെന്റ് വീണക്കണേ ഖുർആൻ എടുത്തുക്കണേ പാഠം ഒന്ന് കഴിഞ്ഞിക്കണേ സബ്ജക്റ്റ് മാറിക്കണേ വിഷയം തജ്വീദായിക്കണേ പരീക്ഷ തോച്ചക്കണേ പൂജമാർക്കലം കിട്ടിക്കണേ ലോകം തിരിഞ്ഞിക്കണേ ഇപ്പം ബോധം വന്നിക്കണേ. അസ്സലാമു അലൈക്കും. അറിവ് പകരും ഉസ്താദ് അജ്ഞത നീക്കും ഉസ്താദ് അൽഫിൻ തിരുമധുരക്കഞ്ഞി നിറയെ നൽകി വളർത്തും ഉസ്താദ് മദ്രസയും മലർവാടിയിൽ മധുമലർ ചെരിയും ഉസ്താദ് മനസ്സിൽ നിറയെ നമ്മ നിറഞ്ഞു ഇമ്പക്കനിയാം ഉസ്താദ് മനസ്സിൽ നിറയെ നമ്മ നിറഞ്ഞു ഇമ്പക്കനിയാം ഉസ്താദ് നല്ലത് മാത്രം പറയുക നമ്മകൾ മാത്രം ചെയ്യുക ഉസ്താദിൻ തിരുവരുളക്കുകയോ കേട്ടു പകർത്തുക സഹോദരരെ. സത്യസന്ധൻ ഇറാഖിലെ ജീലാൻ ഗ്രാമത്തിലാണ് ഷേഖ് മുയ്യദ്ദീൻ ജനിച്ചത്. ഒപ്പ ചെറുപ്പത്തിലെ മരിച്ചുപോയി ഉമ്മ ഫാത്തിമ റളിയല്ലാഹു അൻഹയാണ് പിന്നീട് ജീലാനിയെ വളർത്തിയത്. അറിവുനേടാൻ അദ്ദേഹം ബഗ്ദാദിലേക്ക് പോകാനൊരുങ്ങി. കച്ചവടക്കാരുടെ കൂടെ യാത്ര പുറപ്പെടുമ്പോൾ ഉമ്മ മകനെ വിളിച്ചു. ചെലവിനുള്ള പണം കോട്ടിന്റെ ഉൾഭാഗത്ത് വെച്ച് തൊന്നിക്കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, മോനെ കളവ് പറയരുത്, സത്യവിശ്വാസി ഒരിക്കലും കളവ് പറയില്ല. വഴിയുള്ളവരെ ഒരു കൊള്ളസംഘം ആക്രമിച്ചു. കച്ചവടക്കാരല്ല
കയ്യിൽ ഒന്നുമില്ലെന്ന് ഒരു കൊള്ളക്കാരൻ കളവ് പറഞ്ഞു. ഒരു കൊള്ളക്കാരൻ ജീലാനിയോട് നിന്റെ അടുത്ത് എന്താണുള്ളത്? 40 സ്വർണ്ണ നാണയങ്ങൾ. ജീലാനി പറഞ്ഞു, ജീലാനിയെ സത്യസന്ധത കള്ളന്മാരെ നല്ലവരാക്കി. ആമിരക്കാമലമപ്പല്ലേ ഭീമാലീമ വളർത്തിയിലെ അൽ അമീനായി തിളങ്ങിയിലെ റസൂലൻ നബി സല്ലല്ലാഹു കുഴിൽ മുറ്റരാകത്തെ നൈവർ കാട്ടിയ പോമത്തെ ശിർക്കി കോട്ടൽ തച്ച് തടുത്ത് സൈവൽ കാട്ടിയ മോറുവ ഓതിരാകും രംഗത്ത് പൊട്ടി മുറിഞ്ഞോള് ദീനിന് വേണ്ടി ദാഗം ചെയ്ത് ഇസ്ലാം ദീനിനെ കത്തല്ലോ. അസ്സലാമു അലൈക്കും. മക്കാദേശമത് അമ്പൊരു പോലൊഴിച്ചാൽ ആമിനെ ബീവിക്കന്മ വന്നിട്ട് തോറസൂലിന് അമ്പാൻ്റെ അനുഗ്രഹം താഴൊഴിവ അതവനേകിയതിന് ശരി വന്ന് പിറന്ന സമയം മതി അയോളേറെ കണ്ടെന്ന് രാത്രി മുസ്ലിം വീണെന്ന് ഇസ്രാ കൈസർ ഉരച്ചെന്ന് സാവറ്റി വന്നെന്ന്. ഏറ്റവും ബഹുമാനവും ആദരവും നേടുന്ന ഉസ്താദുമാരെ, ഉമ്മ പെങ്ങന്മാരെ, ഉപ്പ സഹോദരന്മാരെ, നമ്മുടെ നബി ജനിച്ച മാസമാണ് റബീഉൽ അവ്വൽ. ഈ മാസത്തെ നമ്മൾ സന്തോഷിക്കണം. സന്തോഷത്തിന്റെ ഭാഗമായി ഇന്ന് നമ്മൾ മൗലിദ് ഓതുകയും നല്ല മാംസവും ഭക്ഷണവും വിതരണം ചെയ്തു. നമ്മുടെ നബി നമ്മെ വളരെയധികം സ്നേഹിച്ചവരാണ്. ഒരിക്കൽ അങ്ങനെ നിന്ന് പറഞ്ഞു, എന്റെ സമുദായം എന്ന് മരണസമയത്ത് പോലും ഒരു നേതാവ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ്. ആ നബിയെ നാം സ്നേഹിക്കണം. ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സലവാത്തുല്ലാഹ് അലൈക്കും, യാ നബി അഴകിൻ ഒളിവേ, യാ നബി റബ്ബിൻ റസൂലേ. ആളുകൾ തക്ബീർ മുഴക്കി, കുഞ്ഞുങ്ങൾ സന്തോഷം പാടി, നബി ദിന വന്ന നിറവിൽ നബിയുടെ മധുകൾ ചൊല്ലി പുണ്യമദീനത്തിലെത്താൻ കണ്ണീരോടെ കൈപറന്ന് ആനന്ദ നൃത്തമാടി അഫ്സലയിൽ സുണർന്ന് അവിനോദനിലവയിന്ന് ആയിരം ശുക്ർ പറഞ്ഞ്. അസ്സലാമു അലൈക്കും. കേൾക്കൂ നാട്ടുകാരെ, മുത്ത് നബിയുടെ കഥ പറയാം. മാസം റബീഉൽ അവ്വലിൽ മക്ക മണ്ണിൽ വന്നല്ലോ ആമിന ഗോമന മകനായി, അജുകൾ തീർത്തൊരു നബിയായി. അൽ അമീനായി വളർന്നല്ലോ, ആരിലും നന്മ ചൊരിഞ്ഞല്ലോ. അഹദിൻ വചനം ഒരുവിട്ട് അറിവിൻ ബാബ് തുറന്നിട്ട് അഖില ജനത്തിനു വഴിയായി ആഖിറം വിജയം തന്നു നബി. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. അയകാർന്ന താരമേ എകിലങ്കും പൂനബി, ഇരുലോകത്തിങ്കള് കരുണാമൃതം നബി, പതിമക്ക നാട്ടിലെ പൊരുളാറ്റ കൺമണി. റബീഉൽ മാസം വന്നല്ലോ, നബി ജന്മദിനമായല്ലോ. സലാത്തുമെന്നും കേൾക്കുന്നേ, പുത്തനറപ്പ് തരിക്കണം. നബി ദിനറാളിൽ പോകണം, ഒന്നിച്ചൊന്ന് നിൽക്കണം, മുദ്രാവാക്യമുയക്കണം. അസ്സലാമു കബറിലൊരൽപ്പം നേരമിൽ മുൻകറക്കീറും ചോദ്യമിൽ പാമ്പും തേളും അരികത്ത്
നബി തങ്ങളെ ബർക്കത്തിനാൽ തുണയേൽക്കണം യാ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു യാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് മൈശറ എന്നരോളിൽ തിങ്ങിടും കോടിയിൽ നെട്ടോട്ടമോടും നേരമിൽ നബി തങ്ങളെ ബർക്കത്തിനാൽ തുണയേൽക്കണം യാ റബ്ബനാ യാ ഇലാഹ ഇല്ലല്ലാഹു യാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് കത്തെ മണ്ണും വിണ്ണും മറബ പാടി ഉദയം ചെയ്ത മന്ദാരത്തെ മലരെ മന്നാനച്ചതിരാവേ മലരായി വിടർന്ന സിറാജെ മധുതി പാടാമസ്സലാം മദദേകി കനിയോ തിരുസലാം കനിവിൻ കനിയെ സല്ലല്ലാഹ് കരുണക്കടലാം നബിയുള്ളാഹ് അഹദിന്റെ ദിയേ ഖൈറു